ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒരു സിമ്പിളായിട്ടുള്ള കുമ്പളങ്ങ പുളിങ്കറി, അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വലിയ കുമ്പളങ്ങയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത്ര അധികം ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യണമെന്നും കൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുക. അതുപോലെ എല്ലാം കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അതിൻ്റെ ഉള്ളിലെ കുരു കളയാം. നമ്മൾ ഇന്നാൾ മത്തങ്ങ സ്റ്റോർ ചെയ്ത് വെച്ചില്ലേ, അതുപോലെ തന്നെ ഇത് തൊലി കളഞ്ഞ് നല്ല ക്ലീനാക്കി അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ വലിയ കുമ്പളങ്ങയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത്ര നമ്മൾ എടുത്ത് വെച്ചു. ബാക്കിയുള്ളതാണ് നമ്മൾ കറിക്ക് എടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപ്പ് കഴുകിയിട്ട് കുക്കറിലിട്ട് കൊടുക്കുക. പിന്നെ കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്ര കറി വേണ്ടെന്ന് വെച്ചാൽ അതിനുള്ള ആവശ്യത്തിനുള്ള പരിപ്പ് എടുത്താൽ മതി കേട്ടോ. ഒരാൾക്കൊക്കെ ആണെങ്കിൽ ഇത്ര അധികം കറിയൊന്നും വേണ്ടല്ലോ. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ചേർത്ത് 2 കപ്പ് വെള്ളമാണ് ഇതിലൊഴിച്ചത് കേട്ടോ. കുമ്പളങ്ങയിൽ നല്ലോണം വെള്ളമുള്ളതാണ്. അപ്പോൾ എന്നിട്ട് കുറേ വെള്ളം ഒഴിക്കണ്ട. നമ്മളിത് ഇനി അരപ്പൊന്നും ചേർക്കണില്ല. അപ്പോൾ കുറേ വെള്ളത്തിൽ ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ കിടക്കാൻ പാടില്ല. അങ്ങനെ ഇത് വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്കിതിലേക്ക് പുളി വേണം. ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞ് വയ്ക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞ് വെച്ചാൽ മതി കേട്ടോ. ഒരു 1/4 കപ്പിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ മതി. അപ്പോൾ ഇതേ നമ്മുടെ വിസിൽ വന്ന് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയി തുറന്നു. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വറുത്തിടുക. വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ കറിവേപ്പില, വറ്റൽമുളക് ഇതൊക്കെ ചേർക്കുക. പിന്നെ നമ്മുടെ ചേർക്കുന്നത് അത് മൂത്ത് വരുമ്പോൾ ചേർക്കുക നമ്മുടെ ആ പുളിവെള്ളമില്ലേ, പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിക്കണ ഭാഗം വിട്ടുപോയി. അങ്ങനെ പുളിവെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ വേവിച്ച് വെച്ച പരിപ്പിലേക്ക് ഇത് ഒഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇത്ര ലൂസാണ് നല്ലത് കേട്ടോ. കുറേ ലൂസാവണ്ട, കാരണം ഇതിലിനി നമ്മൾ വേറെ ഒന്നും ചേർക്കണില്ല. ഇത് സിമ്പിൾ കറിയാണ്, പക്ഷേ നല്ല ഹെൽത്തിയാണ് ഈ കറി. നല്ല സ്വാദുമുണ്ട്. പെട്ടെന്ന് നമുക്ക് ഒരു ഒഴിച്ച് കറി കുമ്പളങ്ങ കൊണ്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ നമ്മുടെ എളുപ്പത്തിലുള്ള കുമ്പളങ്ങ പുളിങ്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വരും. അപ്പോൾ ബൈ.